ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് ഒരു വീക്കെൻഡ് ഒരു സാൻഡ്വിച്ച് സെഷനിലേക്കാണ് കിടക്കുന്നത്. ഇന്നലെ ഹോളിഡേ ആയിരുന്നു, ക്രിസ്മസിനെ തുടർന്ന് നാളെ ഇനിയിപ്പോൾ വീക്കെൻഡ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഒരു സാൻഡ്വിച്ച് സെഷൻ ഇന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ട്രേഡിംഗ് സെഷനിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ ഒരു ക്ലോസിംഗിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ സബ്ഡ്യൂഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഇൻഡെക്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 26,142.1 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും 26,100 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു ബോട്ടിലേക്ക് പോലെ 26,100-നും 26,200-നും ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു പ്രധാനമായിട്ട് നിഫ്റ്റിയിൽ 50 ഒരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ 26,236 എന്നൊരു ഡേ ഹൈയിലേക്ക് ഉയർന്നിരുന്നു എങ്കിൽ പോലും ആ ഹൈ ലെവൽസിൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു സെല്ലിംഗ് പൊസിഷൻ നേരിടുകയും വീണ്ടും ആ ഒരു ഫ്ലാറ്റിഷ് സോണിലേക്ക് വിപണി തിരിച്ചെത്തുകയും ചെയ്യുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 59,183.6 എന്ന നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 115 പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിന്നുകൊണ്ടൊരു കൺസോൾട്ടേഷനാണ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ടും കാണുന്നത്. പ്രത്യേകിച്ചും നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ പോലും ബാങ്ക് നിഫ്റ്റിയിൽ അതിനാനുപാതികമായിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസത്തെ ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് IT സൂചികയും അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയുമായിരുന്നു. IT സൂചികയെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സൂചികയിലുണ്ടായ ഒരു ഇടിവിനെ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള അനിവാര്യമായിട്ടൊരു കറക്ഷനിലൂടെയാണ് IT സൂചിക കടന്നു പോകുന്നതെന്ന് കൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സിനടുത്ത് ഇടിവിൽ 38,974.8 എന്ന നിലയിലാണ് IT സൂചികയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലേക്ക് വരുമ്പോഴേക്കും 0.5% നഷ്ടം, 0.6% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓയിൽ ആൻഡ് സൂചികയിലും ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലെ ഒരു സെല്ലിംഗ് പ്രഷർ അല്പം കൂടി ഇൻറ്റൻസിഫൈഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുമ്പോൾ ഇന്നലെ ആഗോള വിപണികളൊക്കെ തന്നെ അവധിയിലായിരുന്നു. ഏഷ്യൻ വിപണിയിലെ ചില മാർക്കറ്റുകൾ ഒഴിച്ച് മറ്റെല്ലാ വിപണികളും അവധിയായിരുന്നു. ഏതായാലും ബുധനാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള 4ാം ദിവസവും ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ബുധനാഴ്ച ഡൗ ജോൺസ് സൂചികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഓൾ ടൈം ഹൈ ലെവലിന് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിന് വരെ അടുത്ത 100 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് എത്തുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ, എന്നിരുന്നാൽ പോലും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടൊരു ക്ലോസിംഗ് നടത്താനായിട്ട് നാസ്ഡാക്കിനും കഴിഞ്ഞിട്ടുണ്ട്. S&P 500 സൂചികയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും 0.5% അധികം ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് S&P 500 സൂചികയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ US വിപണിയെ സംബന്ധിച്ചിട്ട് ഹാഫ് ഡേ മാത്രമായിരിക്കും സെഷൻ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും US സംബന്ധിച്ചിട്ടും ഒരു സാൻഡ്വിച്ച് സെഷൻ തന്നെയാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്. ഇനി കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ യാത്ര തീരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും $4,500 എന്നൊരു നിലയിൽ മറികടന്നുകൊണ്ടൊരു കുതിപ്പാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഏർലി അവേഴ്സിൽ തന്നെ $4,531.284 എന്നൊരു ഓൾ ടൈം ഹൈ ആഗോള തലത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗോൾഡിന് കഴിയുന്നുണ്ട്. US മാർക്കറ്റും പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റും അതിനോടൊപ്പം തന്നെ ഗോൾഡിനും വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ്, ഒരുപോലെ മുന്നേറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻഫോർമേഷൻസും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഹാർനസ് ഫിന്നിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ CV ആണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് സർ. ക്രിസ്മസ് ഒക്കെ നന്നായി ആഘോഷിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. യെസ് സർ, ഏതായാലും നമുക്ക് US വിപണിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് പോകാം. ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ വളരെ സബ്ഡ്യൂഡ് ആയിട്ടൊരു സെഷനായിരുന്നു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 26,100 എന്നൊരു ലെവൽ ഈസി ആയിട്ട് മറികടക്കാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 26,200 എന്നൊരു ലെവലിന് മുകളിലേക്ക് എത്തുമ്പോൾ ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. സോ നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഈ ഹൈ ലെവൽസിൽ നേരുന്ന റെസിസ്റ്റൻസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിയർ ടേമിൽ വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതോ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് കണ്ടിന്യൂ ചെയ്യുന്നൊരു എക്സ്പെക്റ്റേഷൻ ആണോ താങ്കൾക്കുള്ളത്? അല്ല, വെരി ഷോർട്ട് ടൈമിൽ നമ്മളത് നോക്കിക്കാണേണ്ടത് അവിടെ സസ്റ്റൈനബിൾ ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കണ്ടതാണ്. 26,250 300 എന്ന് പറയുന്ന ലെവൽ വളരെയധികം റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അതിനും ഓൾ ടൈം ഹൈൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ് എല്ലാം തന്നെ വളരെ
അധികം ഒരു ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിലൂടെയാണ് ഇപ്പോഴും നിഫ്റ്റി കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വലിയ മൂവ്മെന്റ്സ് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു ന്യൂസ് ബേസോ ഉള്ള മൂവ്മെന്റ് വന്നാൽ മാത്രമാണ് നമുക്കതൊന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ കഴിയുക. അതിനുവേണ്ടിയാണ് നിഫ്റ്റി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബാങ്കിങ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് ഇൻഡെക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IT ഇൻഡെക്സ് ഒരു പരിധി വരെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാർക്കറ്റ് ഡൗൺ ആയിരുന്നപ്പോൾ IT ഇൻഡെക്സും ഡൗൺ ആയിരുന്നു. അതേപോലെ തന്നെ ഓട്ടോ, ഇതൊക്കെ തന്നെ സപ്പോർട്ടിങ് വരുന്നുണ്ട്. അപ്പൊ ഒരു മാസമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അതിനെ ബ്രേക്ക് ചെയ്ത്, ആ സെന്റിമെന്റ് ബ്രേക്ക് ചെയ്ത് ബുള്ളിഷ് ആവാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഞാൻ ഒരു പോസിറ്റീവ് ബയാസിൽ തന്നെയാണ്. ബട്ട് ഇത് ഹയർ ലെവലിലായതുകൊണ്ട് നമ്മളെ ട്രേഡേഴ്സ് ഒരു കോൺഷ്യസ് മൈൻഡിലായിരിക്കും. അത് സ്വാഭാവികമായ പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാനും ഒരു കോൺഷ്യസ് മൈൻഡിൽ തന്നെ ട്രേഡ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴും ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. കാരണം ഈ 26,000 നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ 26,250, 300 എന്ന് പറയുന്ന ഒരു ഏരിയ കുറച്ച് റെസിസ്റ്റൻസ് പോയിന്റോട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ വ്യൂയിലുള്ളത്. താങ്കൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വീക്ക്ലി ബേസിലൊക്കെ പരിശോധിക്കുമ്പോൾ ഡിസംബറിലെ ഫസ്റ്റ് വീക്കിലായിരുന്നു 60,000 മറികടന്നുകൊള്ള ഒരു റാലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു സെല്ലിംഗ് പുഷ് നേരിട്ടിരുന്നു എങ്കിൽ പോലും ഒരു ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് പുഷ് നേരിട്ടില്ല. പക്ഷേ ഒരു നേരിയ തോതിൽ വീക്ക്ലി ബേസിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ ഡെയിലി ബേസിസിൽ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റി ഒരു അല്പം അണ്ടർ പെർഫോമിംഗ്, അല്പം അല്ലെങ്കിൽ ആ ഒരു അനിവാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലായിരുന്നു എന്നും പറയാം. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് കഴിഞ്ഞെന്നുള്ളത് നോക്കേണ്ടത്, കുറച്ച് പാസ്റ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം നിഫ്റ്റിയെ കൊണ്ടുവന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ഈ ഒരു മാസത്തിന് മുമ്പ്, കഴിഞ്ഞ മാസമെല്ലാം വളരെയധികം പെർഫോം ചെയ്തിരുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. അപ്പോൾ ആ ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നാണ് ഒരു റെസ്റ്റിംഗ് പോയിന്റിലേക്ക് പോയത്. അത് തീർച്ചയായിട്ടും ഒരു കുറച്ച് ദിവസം തുടരും. കാരണം വലിയൊരു ഹൈ റാലി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റെസ്റ്റിംഗ് പോയിന്റ് ആണ്. ഇപ്പോഴും അത് ബെയറിഷ് സെന്റിമെന്റിലേക്ക് പോയി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം 59,000, 58,000 എന്നൊക്കെ പറയുന്ന ലെവലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ്സ് ആയിട്ട് ഇപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറിയ പുൾ ബാക്കുകൾ വരികയാണെങ്കിൽ അത് ശക്തമായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് PSU ബാങ്ക്സ് എല്ലാം തന്നെ വളരെയധികം പോസിറ്റീവോട് കൂടി, അല്ലെങ്കിൽ ഡെയിലി സപ്പോർട്ടോട് കൂടി പെർഫോം ചെയ്യുന്നു. അത് പ്രൈവറ്റ് ബാങ്കുകളുടെ സപ്പോർട്ട് കൂടി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിഫ്റ്റിയെ പുൾ ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിയും. ബട്ട് ഇപ്പോഴത്തെ സോണിൽ നമ്മളൊരു വളരെ സപ്പോർട്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് സോണിൽ ഒരു സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് ഒക്കെ ആയിരിക്കും ഇപ്പോഴത്തെ സോണിൽ അനിവാര്യമായിട്ടുള്ളത്. 58,000 നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ അതിന് ബിലോ ഉള്ള ഒരു സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അത് പോസിറ്റീവായി ഒരു ബയാസ് വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യും. ബാങ്ക് ഇൻഡെക്സോ ഹോൾഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് പോസിറ്റീവ് ബയാസ് തന്നെയാണ്. 60,000 എബോ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ച് വെയിറ്റ് ചെയ്യണം. കാരണം മാർക്കറ്റ് നമുക്ക് ടൈം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും കയറും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ നിഫ്റ്റി നെഗറ്റീവിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് പേര്, ബാക്കിയുള്ള ഏഷ്യൻ പോസിറ്റീവ് മാർക്കറ്റൊക്കെ തന്നെ പോസിറ്റീവ് സെന്റിമെന്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളൊന്ന് വാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു ട്രേഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ഇന്നത്തെ ട്രെൻഡിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. സർ, ബാങ്ക് നിഫ്റ്റിയുടെ ഒപ്പം കുതിച്ചൊരു സെക്ടറായിരുന്നു നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചിക. ഏകദേശം ഒരുപോലെ തന്നെ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സെക്ടർ കൂടിയായിരുന്നു ബാങ്ക് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യും. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അല്പം കൂടി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്ന, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിഫൈഡ് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്ന ഒരു സെക്ടറാണ് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചിക. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ, അതായത് ബുധനാഴ്ചത്തെ ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിലേക്ക് എത്തിയതിനു ശേഷം ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പക്ഷേ നേരിട്ട ഒരു സെക്ടർ കൂടിയാണിത്. വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ബുധനാഴ്ച ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അത് ഒരു ദിവസത്തെ ക്യാൻഡിലിന് നമുക്കൊരു ബെയറിഷ് സെന്റിമെന്റ് ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ബയാസ് തന്നെയാണ്. അപ്പോൾ 1-2 ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വളരെയധികം ബെയറിഷ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് സെന്റിമെന്റ് ആയിട്ടോ എടുക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നു ഒരു 27,000 ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു കയറാം. കാരണം ഈ NBFC സെക്ടറും അതേ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറും തന്നെ നല്ലതുപോലെ പെർഫോം ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ റീസെന്റിലെടുക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടിരിക്കുന്ന ഒരു സെക്ടർ തന്നെ ആയിരിക്കും ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോലും അത് നല്ലൊരു വലിയ പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരു സെക്ടറാണ്. ഇപ്പോഴും അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുന്നു.
ഫണ്ട് ഫ്ലോ എന്ന് നോക്കുകയാണെങ്കിലും അതിനും തടസ്സമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിൽ റാലി കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഒരു 30,000 അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത, അതിന്റെ സ്ട്രെങ്ത് അതെല്ലാം തന്നെ ഇപ്പോൾ ഈ ഇൻഡെക്സിനുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇൻഡെക്സ് ഹോൾഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസിനെ സംബന്ധിച്ചിട്ട് 0.76% ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ വൊളറ്റൈൽ ആയിട്ടുള്ളൊരു സെഷനാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണാൻ, പ്രത്യേകിച്ച് നവംബർ ഒരു പകുതിക്ക് ശേഷമുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഇൻഡെക്സിൽ കണ്ടിരിക്കുന്നത്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഓയിൽ ആൻഡ് ഗ്യാസിൽ നമ്മൾ കമ്പനികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളിലും തന്നെ ഇപ്പോൾ ടോപ്പ് കമ്പനീസായ IOC, BPCL ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതെല്ലാം ഈ OMCs എല്ലാം തന്നെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻസ് നേരിടുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ തിരിച്ചടിയോ അങ്ങനെയുള്ളതല്ല, ബട്ട് ഒരു കറക്റ്റീവ് ആക്ഷൻ. ബട്ട് ഡൗൺ സൈഡ് ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലെങ്കിൽ ONGC പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ചാർട്ടൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ ഒരു വലിയ കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോയിരിക്കുന്നു. അത് കുറെ കാലമായിട്ട് കൺസോൾട്ടേഷൻ മോഡിലാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റേജിൽ ഈ കൺസോൾട്ടേഷൻ കറക്റ്റായിട്ട് തുടരാൻ തന്നെയാണ് സാധ്യത. ബട്ട് OMCസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ, അതെല്ലാം തന്നെ തിരിച്ചു വരുമെന്നാണ്. അപ്പൊ ഈ OMCസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ നല്ലത്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മറ്റുള്ള കമ്പനികളെല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിലായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ചെയ്യാം. ആ റിവേഴ്സിംഗ് പോയിന്റ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻഡെക്സിനെ സംബന്ധിച്ച് മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്, ബട്ട് അത് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെ, കാരണം വെയിറ്റേജ് കൂടുതലുള്ളതുകൊണ്ട് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായിട്ട് വിക്രാൻ എഞ്ചിനീയറിംഗ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാൾ ആകാത്ത ഒരു ഓഹരി കൂടിയാണ് വിക്രാൻ എഞ്ചിനീയറിംഗ് പറയുന്നത്. ഏകദേശം സെപ്റ്റംബറിലായിരുന്നു ഈ ഓഹരിയുടെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു നവംബറിന് ശേഷം തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പൊഷായിരുന്നു നേരിട്ട് വന്നിരുന്നത്. എന്നാൽ ബുധനാഴ്ച വളരെ മാസീവായിട്ടൊരു ബൈയിങ് ഈ ഒരു ഓഹരിയിൽ നടന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 11% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പൊഷാണ് നേരിട്ടിരിക്കുന്നത്. ഇനി കമ്പനിയെ സംബന്ധിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് NTPC റീന്യൂവബിൾ എനർജിയുടെ ഭാഗത്തു നിന്നും 459.2 കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കിയതായിട്ട് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ വിക്രാൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടായ ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ലിമിറ്റഡ് ചാർട്ട് പാറ്റേൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ് ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ന്യൂസുകൾ ബേസിലായിട്ടാണ് ഇത് ട്രേഡിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വലിയ മൂവ്മെന്റ്സ് വന്നെങ്കിലും പിന്നീട് ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആണ് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്നത് ഒരു വലിയ ഡൗൺ ട്രെൻഡ് 116 നിന്ന് 84 ലെവലിലേക്കൊക്കെ പോകാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ മൂവ്മെന്റ്സ് മാത്രമാണ്. ഒരു 11% വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ മൂവ്മെന്റ്സ് മാത്രമാണ്. ബട്ട് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാനായിട്ട് കഴിയും. ഇതൊരു ന്യൂസ് ബേസിൽ വന്നിരിക്കുന്ന ഇമോഷണലി ട്രേഡാണ്. അപ്പോൾ ആ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വെയിറ്റ് ചെയ്ത് തന്നെ നമുക്കത് നോക്കേണ്ടതുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നത് ഒരു ലോവർ പോയിന്റിൽ സപ്പോർട്ട്, ഒരു ലോവർ പോയിന്റ് ആയിട്ടുള്ള 84 ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് ട്രേഡിംഗ് സ്ട്രാറ്റജി. ബട്ട് അതല്ലാതെ ലോങ് ട്രെൻഡിനെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് വെബ്സോൾ എനർജി സിസ്റ്റം ലിമിറ്റഡ് എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരി കൂടിയാണിത്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച 9% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. അതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അത്തരമൊരു മാസീവ് മൂവ്മെൻറ്റ് കണ്ടിരിക്കുന്നത്. സോ വെബ്സോൾ എനർജി സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ദിവസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെബ്സോൾ എനർജി ഒരു ഡൗൺ ട്രെൻഡിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്നാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ പോലെ വോളിയത്തിൽ ഹൈ കാണിക്കുന്നുണ്ട്. ഒരു ട്രേഡിംഗ് പെർഫോമൻസ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. വോളിയം
വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ട്. അത് ഇതുവരെ പറയാനായിട്ടോ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ടോ ആയിട്ടില്ല. കാരണം 1-2 ദിവസത്തെ പെർഫോമൻസ് ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. ഇമ്മീഡിയറ്റ് നമുക്ക് പറയാനാണെങ്കിൽ 120 വരെയുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇപ്പോൾ പറയാനുള്ളത്, ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പം അത് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ 120 വരെ പോകാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ് ഉണ്ട്. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾ അഗെയിൻ ഒരു 80-82 ലെവലിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ സപ്പോർട്ട് സോൺ വെച്ചിട്ട് ടു ബി പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് കാസ്ട്രോൾ ഇന്ത്യയുടെ ഓഹരികളിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ ഭേദപ്പെട്ട പ്രകടനം അല്ലെങ്കിൽ ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു ഓഹരിയായിരുന്നു കാസ്ട്രോൾ ഇന്ത്യ എന്ന് പറയുന്നത്. കഴിഞ്ഞ 1.5% ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഒരു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാസ്ട്രോളിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ട് സെല്ലിംഗ് പക്ഷേ നേരിട്ടിട്ടുമുണ്ട്. സോ കാസ്ട്രോളിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? കാസ്ട്രോൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരു കൺസോൾട്ടേഷൻ പോയിന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യലായിട്ട് തന്നെ വാച്ച് ചെയ്യണം. ബട്ട് ഇതിന്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഹൈയുമാണ്. 180 and 220 ലെവലിൽ അറൌണ്ട് 40 റുപ്പീസ് റേഞ്ചിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ കൺസോൾട്ടേഷനിൽ നിന്ന് വരുന്ന മൂവ്മെന്റ്സുകളെല്ലാം വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഇപ്പോൾ കാണിക്കുന്നില്ല, വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലിലേക്ക് സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പോസിറ്റീവ് ബയാസോട് കൂടി നമ്മൾ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നു ഈ സ്റ്റോക്സിൽ. അപ്പോൾ അവിടെ നിന്ന് പോസിറ്റീവ് അടുത്തൊരു മൂവ്മെന്റ് ട്രെൻഡ് റിവേഴ്സൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ്ലി വരാനുണ്ട്. കാരണം 1.5 വർഷമായിട്ട് ഇതൊരു കൺസോൾട്ടേറ്റഡ് മൂവിലാണ്. എന്തെങ്കിലും പോസിറ്റീവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെന്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് കോൾ ഇന്ത്യയുടെ ഓഹരികളിലേക്ക് കൂടിയാണ് വരുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഏകദേശം കഴിഞ്ഞൊരു 2027 ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ള സെല്ലിംഗ് പ്രശ്നം, പിന്നീട് അതിനുശേഷം 2025 പൊതുവെ ഒരു കൺസോൾട്ടേഷനുമായിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഡിസംബറിൻ്റെ പകുതിക്ക് ശേഷം ഈ ഒരു ഓഹരിയിൽ കൃത്യമായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട്. ബുധനാഴ്ചത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോഴേക്കും 0.5% നേട്ടം നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രശ്നമാണ് നേരിട്ടിരിക്കുന്നത്. സോ കോൾ ഇന്ത്യ ഓഹരികളിലുള്ള ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ ഒരു സാധ്യത കോൾ ഇന്ത്യയിൽ താങ്കൾ നിയർ ടേമിൽ കാണുന്നുണ്ടോ? നമ്മൾ കോൾ ഇന്ത്യയെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കൺസോൾട്ടേഷൻ നടന്നു കഴിഞ്ഞു. ഇനി അതിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ് സാധ്യതയുള്ളത്. അപ്പൊ നമ്മളത് വളരെ വളരെ ക്രൂഷ്യലായിട്ട് വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കാണുന്നുണ്ട്. എല്ലാം തന്നെ വളരെ ട്രേഡ് സെറ്റപ്പുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ വളരെയധികം നല്ലൊരു മൂവ്മെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോഴത്തെ ലെവലിൽ ചാർട്ടിൽ കാണുന്നത്. ഒരു കൺസോൾട്ടേറ്റഡ് ആണ്. നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊരു അഡ്വാൻസ് ഇൻഫർമേഷൻ ആണ്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ. ട്രേഡിംഗ് സെറ്റപ്പുകൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഈ അഡ്വാൻസ് ഇൻഫർമേഷന് ഫാക്ടർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ട്രേഡിംഗ് സെറ്റപ്പ് സെറ്റ് ചെയ്യാനുള്ളത്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 370 ലെവലിലാണ് സപ്പോർട്ട് ലെവൽ. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ 410 എബോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെന്റ്സ് വരാനുണ്ട്. ഈ 400 മുകളിൽ വരുമ്പോൾ തന്നെ പോസിറ്റീവ് ആണ്. 410 എബോ ആണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഒരു അഡ്വാൻസ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് LNTയിലെ ഓഹരികളിലെ കാണുന്നത്. LNTയെ സംബന്ധിച്ചിട്ട് വേണമെങ്കിൽ നിഫ്റ്റി 50 ഒരു സൈലന്റ് റണ്ണറെന്ന് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ഒരു ജൂലൈക്ക് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റിയിലെ മറ്റ് പല ഓഹരികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഭേദപ്പെട്ട നിലയിലുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. തുടർച്ചയായിട്ട് പലപ്പോഴും ഓർഡർ വിന്നുകൾ നേടിയതായിട്ടുള്ള എക്സ്ചേഞ്ച് ഫയലിംഗ് അടക്കം കമ്പനി അറിയിക്കുന്നുമുണ്ട്. സോ കഴിഞ്ഞ ദിവസത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ട് വളരെ സൈഡ് വേസ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഈ ഓഹരിയിൽ കാണുന്നത്. സോ LNTയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വെരി ഷോർട്ട് ടൈം ആണ് ഒരു കൺസോളിഡേറ്റഡ് മൂവിലേക്ക് അത് പോയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു മൂവ്മെന്റ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിഞ്ഞ ലോങ് ടൈം ഒരു ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഇമീഡിയറ്റ്ലി ഒരു 4000 എന്ന് പറയുന്ന ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺ ആണ്. അതിനടുത്ത് വരുന്നത് 3960. അപ്പൊ ഈ രണ്ട് ലെവലുകളിലും സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു
പോസിറ്റീവ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ട്രെൻഡിൽ റിവേഴ്സൽ ആയിട്ട് ഇപ്പോൾ ഒന്നും സൂചിപ്പിക്കാനായിട്ട് കാണുന്നില്ല. കാരണം വോളിയത്തിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതൊരു ഒരു കൺഫർമേഷൻ ആയിട്ട് പറയാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ ഇപ്പോൾ വ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ കാണുകയാണെങ്കിൽ മാത്രം നമ്മളൊരു കോൺഷ്യസ് നോട്ടിലേക്ക് പോയാൽ മതിയാവും. അടുത്തായിട്ട് ഒരുപാട് നിക്ഷേപകർ ഒരുപക്ഷെ ട്രാപ്പിലായി നിൽക്കുന്ന ഒരു ഓഹരിയായിരിക്കും ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓലയെ സംബന്ധിച്ചിട്ട് പലപ്പോഴും വാർത്തകൾ വരുന്നതിനനുസരിച്ചിട്ട് വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടാകുന്നു, പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു കൺസോൾട്ടേഷൻ, അതിനുശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്, വീണ്ടും ഓടുന്നൊരു കുതിപ്പ്, ഇങ്ങനെ വളരെ വോളറ്റൈലായിട്ടൊരു സെഷനായിരുന്നു ഓലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഓഹരിയിൽ വീണ്ടും ഏകദേശം ഒരു 2% നേട്ടം നൽകിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ആ ഒരു ഓൾ ടൈം ലോയിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് കഴിഞ്ഞ 4 സെഷനുകളിലായിട്ട് നേരിയതെങ്കിലും ഒരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഓലയ്ക്ക് പുതിയൊരു കരാർ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. PLA സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കരാറാണ് നേടിയിരിക്കുന്നതെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 366.78 കോടി രൂപയുടെ ഒരു കരാറാണ് നേടിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓല ഓഹരികളിലുള്ള ഈ ഒരു വോളറ്റൈലിറ്റി താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ട്രേഡിംഗ് സെറ്റപ്പായിട്ട് മാത്രം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ വളരെ സപ്പോർട്ട് സോണിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഓല പെർഫോം ചെയ്യുന്നത്. കഴിഞ്ഞ ചാർട്ടുകളിലെല്ലാം കഴിഞ്ഞ സമയങ്ങളിലും കഴിഞ്ഞ ചാർട്ടുകളിലൊക്കെ നമ്മൾ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള വിസിബിൾ ആണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുപോലുള്ള വലിയൊരു മൂവ്മെന്റ്സ് വന്നിരുന്നു. അതെല്ലാം തന്നെ ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ്സ് ആണ്. ഇവിടെ കൺസോൾട്ടേഷൻ നടക്കേണ്ടതുണ്ട്, ഈ സ്റ്റോക്സിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കേണ്ടതുണ്ട്. ബട്ട് ഷോർട്ട് ടൈമിനെ സംബന്ധിച്ച് ഇതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നും പോസിറ്റീവ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ് നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ഏതുവരെ എന്ന് പറഞ്ഞാൽ 50-52 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും അത് കൺസോൾട്ടേഷൻ. അപ്പൊ ഈ ഒരു കൺസോൾട്ടേഷന് പോകുമ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ഒരു ട്രേഡിംഗ് ആണ് നമ്മൾ കിട്ടുന്നത്. ഞാൻ ഒരു ഷോർട്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് സോണിന്റെ അടുത്ത് വരികയും പിന്നെ അത് ഒരു 50-52 ലെവലിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ സ്റ്റോക്സിന്റെ പെർഫോമൻസ് ഈ ചാർട്ട് ലിസ്റ്റ് ചെയ്തത് മുതൽ കാണാൻ കഴിയുന്നത്. കുറച്ച് ഡൗൺ ട്രേഡ് ട്രെൻഡുകളും അതുപോലെ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസോ ബയാസോ ഒക്കെ വരുമ്പോൾ തന്നെ അതൊരു മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ആ മൂവ്മെന്റ്സിന് സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴോട്ട് വരും. ഇതൊരു ചാർട്ട് പാറ്റേൺ തന്നെയാണ്, സെയിം ആയിട്ട് തന്നെ നമ്മൾ കാണുന്നത്. ഇപ്രാവശ്യം ഞാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. 50-52 ലെവൽ വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു കണ്ടിന്യൂ ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് വരികയും കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം വീണ്ടും റീ എൻട്രി ചെയ്യുക. അപ്പൊ അതിനുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് വിലയിൽ പറയാനായിട്ട് കഴിയുന്നത്. ഒരു ലോങ് ടേമിനെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലതെന്നാണ്. അടുത്തായിട്ട് സഫാരി ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. സഫാരി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 3.4% നേട്ടം നൽകാനായിട്ട് സാധിച്ചിരുന്നു. തുടർച്ചയായിട്ട് ഒരു നവംബറിൻ്റെ അവസാനത്തോടു കൂടി ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതിന് ശേഷമാണ് അത്തരമൊരു മൂവ്മെൻറ്റ് ഇന്നലെ കണ്ടിരിക്കുന്നത്. സോ സഫാരി ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സഫാരി ഇൻഡസ്ട്രീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വോളിയം കുറഞ്ഞൊരു ട്രേഡ് സ്റ്റോക്സ് ആണ് ഓൾറെഡി. ഈ ട്രേഡിങ്ങിന്റെ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് സെന്റിമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പോസിറ്റീവ് 2000 നിന്ന് 2500 വരേക്ക് വന്നു. അതിന്റെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു. അതിനുശേഷം 2200 എന്നൊരു മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ആ മൂവ്മെന്റ്സ് എനിക്ക് തോന്നുന്നത് 2700 വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ മൂവ്മെന്റിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ 2700 വരെയുള്ള റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ ഒരു മൂവ്മെന്റ്സ് കാണുന്നത്. ട്രേഡിംഗിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, കാരണം ഇതിന്റെ വോളിയം വളരെ കുറവാണ്. ആ ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ മുന്നിൽ കാണണം. അതിനുശേഷമായിരിക്കും ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ നല്ല ബെസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഒരു 2100 സപ്പോർട്ട് സോൺ ആണ്. 2700 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈം ട്രെൻഡ് പോസിറ്റീവ് ആയിരിക്കും. അടുത്തായിട്ട് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ചമ്പലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു മെയ്ക്ക് ശേഷം വലിയ തോതിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടത് തുടക്കത്തിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ്, എന്നാൽ പിന്നീട് അതിനുശേഷം ലോ ലെവൽസ് ഒരു കൺസോൾട്ടേഷൻ, വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 8 മുതൽ 2025 ഡിസംബർ 8 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു ഓഹരിയിൽ കൃത്യമായിട്ടുള്ളൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ലെവൽ, ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് പോകാനും ഈ ഓഹരിക്ക് കഴിയുന്നുണ്ട്. സോ ചമ്പൽ ഫെർട്ടിലൈസേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ചമ്പൽ ഫെർട്ടിലൈസർ ഒക്കെ പോലുള്ള സീസണൽ സ്റ്റോക്സുകളാണ്. അതിനെല്ലാം തന്നെ സീസണൽ മൂവ്മെന്റ്സ് ഉണ്ട്. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. 720 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അത് ഈ ജനുവരി ഫെബ്രുവരിക്ക് ശേഷമുള്ള മൂവ്മെന്റ്സ്, അത് പ്രത്യേകിച്ച് ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു മൂവ്മെന്റ്സ് ആയിരിക്കും ഇതിന് കൂടുതൽ ഊർജ്ജം പകരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സീസണിലാണ് നമ്മളെ സീസണിൽ എക്സ്പെക്റ്റഡ് മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു നിലയിൽ നിന്ന് ഒരു പിക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ റിസ്ക് എടുക്കുന്നു എന്നുള്ള ഒരു ഇതില് ചെറിയ റിസ്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സിന് സാധ്യതയുണ്ട്. ഇപ്പോൾ 400 ലെവലിലാണ് അതിന്റെ ഒരു സപ്പോർട്ട് സോണൊക്കെ ഉള്ളത്. ഇമീഡിയറ്റ്ലി അതിന്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് ഒരു റിസ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ 600 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സീസണൽ സ്റ്റോക്സ് ആണ്. ആഫ്റ്റർ ബഡ്ജറ്റ് അങ്ങനെയൊക്കെയാണ്, ജൂൺ ജൂലൈ ടൈമിലാണ് സാധാരണ ഇതിന്റെ പെർഫോമൻസ് നടക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ പെർഫോമൻസ് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ആ ഒരു സമയത്തിന്റെ പെർഫോമൻസിന്റെ ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി റിട്ടേൺ ചാൻസ് വളരെ ഹൈ ആയിരിക്കും. അടുത്തായിട്ട് പരാതി ഫോസ്ഫേറ്റ്സ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇയർ ടു ഡേറ്റ് പരിശോധിക്കുമ്പോഴേക്കും 45% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു നവംബർ 17 മുതൽ ഇങ്ങോട്ടേക്കുള്ളൊരു വീക്ക്ലി പെർഫോമൻസ് എടുക്കുമ്പോഴേക്കും വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ പരാതി ഫോസ്ഫേറ്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മുമ്പ് ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു സ്റ്റോക്സിന്റെ. അതിന്റെ ഒരു മൂവ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നു, ഒരു കൺസോൾട്ടേഷനിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ ഒരു ഷോർട്ടർ റണ്ണിൽ 200 പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും വോളിയം ഇംപ്രൂവ്മെന്റ്സ് വരികയാണെങ്കിൽ 200 ഒരു മൂവ്മെന്റ്സ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളൂ. ഫസ്റ്റത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് തന്നെ നമുക്ക് 100 നിന്ന് 200 പോയ ഒരു മൂവ്മെന്റ്സ് ആയിരുന്നു. 220 വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഒരു റിട്രേസ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷൻ ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 200 വരെയൊക്കെ പോകാനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിന് ബേസ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ന്യൂസും അതിനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോസിറ്റീവ് ബയാസിലാണ് കാണേണ്ടത്. ബട്ട് വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് വരികയും ഇനി മൂവ്മെന്റ്സ് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യാം. 200 and 220 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് ടാറ്റ ക്യാപിറ്റലിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ടാറ്റ ക്യാപിറ്റലിനെ സംബന്ധിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. സോ ചാർട്ട് വൈസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഇൻഫോർമേഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓഹരി കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ഡിസംബർ 22 അതിന് ശേഷമുള്ള ട്രേഡ് സെഷനൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ മാസീവായിട്ടൊരു ബൈയിങ് ആണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ബുധനാഴ്ച മാത്രം പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കാൻ 355 രൂപ എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിട്ടുണ്ട്. ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പക്ഷേ നേരിട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു അപ്സൈഡ് മൊമെൻ്റ് നിലനിർത്തിയിട്ടുമുണ്ട്. സോ ടാറ്റ ക്യാപിറ്റൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് MBFCയിലെ ഒരു സെക്ടറിലെ കമ്പനി അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു കമ്പനി, നല്ലൊരു കമ്പനി ഈ സെക്ടറിന്റെ പെർഫോമൻസിൽ മാത്രം മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ റിവേഴ്സലായി വന്നിട്ടുള്ളത്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. ഇൻഫാക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡൗൺ ട്രെൻഡ് പെർഫോമൻസ് ആയിരുന്നു ആൾറെഡി നമുക്കിതിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 1-2 ട്രേഡിംഗ് റേസുകളിലൂടെ അത് തിരിച്ച് ഓവർകം ചെയ്തിട്ടുണ്ട്. അതിന്റെ മൂവ്മെന്റ്സ് വളരെ സ്പീഡായിരുന്നു. കാരണം അത് തീർച്ചയായിട്ടും നമ്മൾ MBFC സെക്ടറിലൊക്കെ വളരെയധികം പോസിറ്റീവ്, ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ് ഒക്കെ നമ്മൾ പരിശോധിച്ചു, വളരെയധികം പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അതിന് ഉൾപ്പെടുന്ന ഒരു കമ്പനി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതും പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു പോസിറ്റീവ് ബയാസിൽ തന്നെയാണ് ഈ സ്റ്റോക്സിനെ കാണുന്നത്. ബട്ട് ഇതിന്റെ റെസിഡൻസ് പോയിന്റ് ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 400 അടുത്തൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു പോസിറ്റീവ് ബയാസ് എന്നുള്ള രീതിയിൽ മാത്രം എനിക്ക് പറയാൻ കഴിയും. സർ, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.